നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കീം 2026 അധ്യയന വർഷത്തിൽ കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിലോട്ടുള്ള പ്രവേശനത്തിനായി കേരള എൻട്രൻസ് കമ്മീഷനുടെ നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നു. ജനുവരി 5 മുതൽ ജനുവരി 31 വരെ cee.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, മെഡിക്കൽ അലൈഡ് കോളേജുകൾ, ബിഫാമിൻ്റെ കോളേജുകൾ, BArcൻ്റെ കോളേജുകൾ എന്നിവിടങ്ങളിലെ UG പ്രോഗ്രാമിലോട്ടാണ് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കേരള എൻട്രൻസ് കമ്മീഷണർ നേരിട്ട് പ്രവേശന പരീക്ഷ നടത്തുന്നത് എഞ്ചിനീയറിംഗിനും ബിഫാമിനുമാണ്. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഏപ്രിൽ 13 മുതലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. +2 മാർക്കിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ജൂൺ 20 പ്രസിദ്ധീകരിക്കുന്നത്. കേരളത്തിലെ ബിഫാം പ്രവേശനത്തിന് ഫിസിക്സ് കെമിസ്ട്രിയുടെ എൻട്രൻസിൻ്റെ റാങ്ക് മാത്രമാണ് പരിഗണിക്കുന്നത്. MBBS, BDS ഉൾപ്പെടെയുള്ള മെഡിക്കൽ വിഭാഗത്തിലെ പ്രവേശന പരീക്ഷ മെയ് ആദ്യ ആഴ്ചയിൽ നടക്കുന്ന നീറ്റ് എൻട്രൻസ് എക്സാമാണ്. എന്നാൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലുള്ള കോളേജുകളുടെയും പ്രവേശനം നടത്തുന്നതാവട്ടെ കേരള എൻട്രൻസ് കമ്മീഷണറും. ആ കേരളത്തിൻ്റെ മെഡിക്കൽ പ്രവേശനത്തിനായിട്ടുള്ള കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ടാണ് മെഡിക്കൽ വിഭാഗത്തിലോട്ടുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കേരളത്തിൽ നീറ്റ് അല്ലാതെ മറ്റ് മെഡിക്കലിനായിട്ട് പ്രവേശന പരീക്ഷ ഇല്ല. അതുപോലെ തന്നെയാണ് BArc പ്രവേശനത്തിനും. ആർക്കിടെക്ചറിൻ്റെ പ്രവേശന പരീക്ഷ നടത്തുന്നത് നേറ്റയാണ്. നേറ്റ നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ സ്കോറും +2 മാർക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് BArc പ്രവേശനവും കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്നത്. കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിലോട്ടുള്ള 85% സീറ്റുകളും കേരളീയരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ലഭ്യമാകുന്നത്. കേരളീയർ അല്ലെങ്കിൽ കേരളൈറ്റ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുവാൻ പലവിധ നിയമങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ആ വിഭാഗത്തിന് വേണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ തയ്യാറാക്കി വേണം നാം കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ധാരാളം സംവരണ അടിസ്ഥാനത്തിലുള്ള സീറ്റുകളും കേരള പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രോസ്പെക്ടസ് കൃത്യമായി നോക്കി മനസ്സിലാക്കി അവനവന് അർഹതയുള്ള സീറ്റുകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി വേണം ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ. അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും തയ്യാറാക്കേണ്ട രേഖകൾ നമുക്കറിയാം. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ കുട്ടിയുടെ സിഗ്നേച്ചർ, നാഷണാലിറ്റി തെളിയിക്കുന്നതിന് ആവശ്യമായ രേഖ, കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന ഉൾപ്പെടെയുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ് എന്നിവയാണ് എല്ലാ വിദ്യാർത്ഥികളും അപ്ലോഡ് ചെയ്യേണ്ടത്. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബിഫാം, ആർക്കിടെക്ചർ എന്നിങ്ങനെ ഓരോ പ്രോഗ്രാമുകൾക്കും പ്രത്യേകം കോഴ്സ് ഫീസുകളുണ്ട്. ഒരു വിദ്യാർത്ഥി ഒരൊറ്റ ഓൺലൈൻ അപേക്ഷയിലൂടെയാണ് വേണ്ടപ്പെട്ട ഈ കോഴ്സുകൾ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ മൊത്തം തുക അടയ്ക്കണമെന്ന് മാത്രം. അപേക്ഷാ ഫീസ് അടച്ച് നമ്മൾ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ജനുവരി 31. സംവരണ അടിസ്ഥാനത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ഫെബ്രുവരി 7 വരെ സമയമുണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് കീം 2026 ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിന് തൊട്ടു മുമ്പായി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ തയ്യാറാക്കേണ്ട ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് ഒന്ന് നോക്കാം. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, നാഷണാലിറ്റി, ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഫോട്ടോഗ്രാഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, 200 പിക്സൽ ഹൈറ്റ്, 150 പിക്സൽ വിഡ്ത്ത്, 100 കിലോബൈറ്റ്സ് താഴെയുള്ള JPEG ഫോർമാറ്റ്. സിഗ്നേച്ചർ 100 പിക്സൽ ഹൈറ്റും 150 പിക്സൽ വിഡ്ത്തുമുള്ള സിഗ്നേച്ചർ, 100 കിലോബൈറ്റ്സ് JPEG ഫോർമാറ്റ്. ബാക്കിയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും 500 കിലോബൈറ്റ്സ് താഴെയുള്ള PDF ഫോർമാറ്റ്. ഓൺലൈൻ അപേക്ഷിക്കേണ്ടതിന് ഒരു ഫോൺ നമ്പറും ഒരു ഇമെയിൽ ID-യും ആവശ്യമാണ്. ഇന്ത്യയിലുള്ള ഒരു ഫോൺ നമ്പർ കൊടുത്ത് അതിനകത്തൊരു OTP വന്നിട്ടാണ് നമ്മൾ കീം രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പറും ഒരു ഇമെയിൽ ID-യും നമുക്കുണ്ടാവണം. ബാക്കി നമ്മൾ പറഞ്ഞ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് എന്നിവയുള്ളതെല്ലാം PDF രൂപത്തിലും വേണം. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന വിവിധ ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കാം. വെബ്സൈറ്റ് cee.kerala.gov.in, അതിൻ്റെ പോർട്ടൽ കീം 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ. 2025 ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ പോലും 2025, 2026 പുതിയതായി തന്നെ രജിസ്റ്റർ ചെയ്യണം. 2025 ഡേറ്റാബേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രജിസ്റ്റർ ഹിയർ. എല്ലാ വിദ്യാർത്ഥികളും ആദ്യം രജിസ്റ്ററാണ് ചെയ്യേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 31. സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടത് 7. ആദ്യം പ്രിലിമിനറി രജിസ്ട്രേഷൻ, അതിനുശേഷം നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകൾ ഡൗൺലോഡ് ചെയ്യാം. അവ വ്യക്തമായി വില്ലേജ് ഓഫീസിൽ നിന്നോ
ഒക്കെ പൂരിപ്പിച്ച് മേടിച്ചതിന് ശേഷം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ള രണ്ടാം ഘട്ടം, അപേക്ഷാ ഫീസ് അടയ്ക്കുക എന്നുള്ള മൂന്നാം ഘട്ടവും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് നാലാം ഘട്ടവും, ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് ഫൈനൽ അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളത് അഞ്ചാമത്തെ ഘട്ടവുമാണ്. രജിസ്ട്രേഷനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ മനസ്സിലാക്കിയതിന് ശേഷം പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ. ആദ്യം കാൻഡിഡേറ്റിൻ്റെ പേര് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിന് അനുസരിച്ച്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിന് അനുസരിച്ച്, വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ, ഇന്ത്യയിലുള്ള 10 ഡിജിറ്റ്സ് ഉള്ള ഒരു മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും. നമുക്ക് അപ്ലൈ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡുകൾ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്കും ബിഫാമിനുള്ള അഡ്മിറ്റ് കാർഡ് എടുക്കുന്നതിനും നീറ്റിൻ്റെ സ്കോർ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനും അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആൽഫ ന്യൂമറിക് പാസ്വേഡ്, മിനിമം 8 അക്കമെങ്കിലുമുള്ള ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നമ്പരും സിമ്പിളും അടക്കമുള്ള 8 അക്കമെങ്കിലുമുള്ള ഒരു ആൽഫ ന്യൂമറിക് പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിലിമിനറി രജിസ്ട്രേഷനിലേക്കാണ് നമ്മളിപ്പോൾ കടന്നത്. അതിനുശേഷം നമ്മളുടെ പേര് സ്പെല്ലിങ് കൃത്യമായിട്ട് വായിച്ച് ഒരിക്കൽ കൂടി മനസ്സിലാക്കുക. ക്ലാസ് 10 മാർക്കിലനുസരിച്ചാണോ നമ്മളുടെ പേരെന്നുള്ളത് നോക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യുക. ഫോൺ നമ്പർ ചെക്ക് ചെയ്യുന്നു. ഇമെയിൽ അഡ്രസ്സ് നോക്കുന്നു. ഇനി നമ്മളുടെ മൊബൈൽ നമ്പറിലോട്ട് വന്ന OTP എൻ്റർ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുന്നു. മൊബൈൽ വന്ന OTP എൻ്റർ ചെയ്തപ്പോഴത്തേക്കും ആദ്യത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കുന്നു. ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. നമുക്കിപ്പോൾ വേണമെങ്കിൽ പല ഘട്ടങ്ങളിലായിട്ട് വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കാം. നമുക്ക് ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സിനും കാണുന്നതിന് വേണ്ടി കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ കാണാം ഡൗൺലോഡ് പെർഫോമ. ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് നമുക്ക് ആവശ്യമെങ്കിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ആവശ്യമുള്ള പൂരിപ്പിച്ച് തിരികെ വന്ന് ആപ്ലിക്കേഷൻ പൂർത്തീകരിച്ചാൽ മതിയാകും. ആപ്ലിക്കേഷൻ പല ഘട്ടങ്ങളിലായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ജനുവരി 31 പൂർത്തീകരിക്കണമെന്ന് മാത്രമേ നിയമമുള്ളൂ. നമ്മളുടെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഫിൽ ആപ്ലിക്കേഷൻ ഫോം. ഏതൊക്കെ കോഴ്സുകൾക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണം. എഞ്ചിനീയറിംഗ് 925 രൂപ ആപ്ലിക്കേഷൻ ഫീസ്, ആർക്കിടെക്ചർ 625 രൂപ, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സ് 625 രൂപ, ഫാർമസി 925 രൂപ. എല്ലാ കോഴ്സിനും നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 3150 രൂപ ആപ്ലിക്കേഷൻ ഫീസായി അടയ്ക്കേണ്ടി വരും. നമ്മൾ എഞ്ചിനീയറിങ്ങോ ബിഫാമോ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യണം. ഇന്ത്യയിലുള്ള എക്സാം സെൻറ്റർ ആണെങ്കിലാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫീസ്. ഇന്ത്യക്ക് പുറത്താണ് എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 16,000 രൂപ അഡീഷണലായി നമ്മൾ അടയ്ക്കേണ്ടതായി വരും. ഒരു വിദ്യാർത്ഥിക്ക് പ്രവേശനത്തിന് താല്പര്യമുള്ള ഏതൊക്കെ കോഴ്സുകൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നമുക്ക് അതിനുശേഷം എഞ്ചിനീയറിംഗ് കൂടി സെലക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ 8 സിറ്റിയുടെ പ്രിഫറൻസ് ഓർഡർ സമർപ്പിക്കണം. അതിൽ ഒന്നാമത്തേത് തന്നെ ലഭ്യമാകുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ അത് നൽകാനാവില്ലെങ്കിൽ മാത്രമാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും എക്സാം സെൻറ്റർ പരിഗണിക്കുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള 8 സെൻറ്ററുകളാണ് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഏറ്റവും നിയർ ബൈ ഏരിയകൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ അഡ്രസ് പ്രൂഫോ അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. എക്സാം സെൻറ്റർ ആദ്യത്തെ ഒന്നാമത്തേത് സെലക്ട് ചെയ്തത് ഏപ്രിൽ 13 മുതൽ നടക്കുന്ന കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ കേരള ബിഫാം എക്സാം നടത്താൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കുക. മെഡിക്കലിന് കേരളത്തിൽ പ്രത്യേകിച്ച് പരീക്ഷയില്ല. മെഡിക്കൽ മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എക്സാം സെൻറ്ററിൻ്റെ ഓപ്ഷൻ വരികയുമില്ല. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ജെൻഡർ മെയിൽ, ഫീമെയിൽ ഓർ ട്രാൻസ്ജെൻഡർ, നാഷണാലിറ്റി ഇന്ത്യൻ. നമ്മൾ വിദേശത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നമുക്ക് നാഷണാലിറ്റിയിൽ മാറ്റമില്ല എങ്കിൽ ഇന്ത്യൻ എന്ന് കൊടുക്കാം. OC കാർഡ് ഹോൾഡർ ആണെങ്കിൽ മാത്രം OCA എന്ന് കൊടുക്കുക. അതിനുശേഷമുള്ള നേറ്റിവിറ്റി, അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ കേരളൈറ്റ് എന്ന് കൊടുക്കുക. അച്ഛനും അമ്മയും കുട്ടിയും കേരളത്തിൽ ജനിച്ചിട്ടില്ല, കുട്ടിയുടെ 12ാം ക്ലാസ് വരെയുള്ള പഠന കാലയളവിൽ 5 വർഷം കേരളത്തിൽ സ്ഥിര താമസക്കാരനായിരുന്നുവെങ്കിൽ കേരളത്തിൽ AAS എന്ന കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാം. ഗവൺമെൻറ് സീറ്റുകൾ ലഭ്യമാണ്. അച്ഛനും അമ്മയും കുട്ടിയും കേരളത്തിൽ ജനിച്ചിട്ടില്ല, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ NK1 എന്ന കാറ്റഗറിയിൽ നമുക്ക് പങ്കെടുക്കാൻ ഗവൺമെൻറ് സീറ്റുകൾ ലഭ്യമാണ്. അച്ഛനും അമ്മയും കുട്ടിയും കേരളത്തിൽ ജനിച്ചിട്ടില്ല, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയും കേരളത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സീറ്റുകൾക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല. സ്വകാര്യ കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റുകൾക്ക് അപ്ലൈ ചെയ്യാനായി NK2 എന്ന വിഭാഗത്തിൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ആധാർ നമ്പറാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അത് മാൻഡേറ്ററി അല്ല. അതിനുശേഷം അച്ഛൻ്റെയും അമ്മയുടെയും പേര്, നേറ്റീവ് ഡിസ്ട്രിക്റ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഒക്യുപ്പേഷൻ എന്നിവ. കുട്ടിയുടെ 10ാം ക്ലാസ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ
അച്ഛൻ്റെയും അമ്മയുടെയും പേര് ടൈപ്പ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പരമാവധി ഒഴിവാക്കുക. അച്ഛൻ്റെയും അമ്മയുടെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അവരുടെ ജോലി, അച്ഛനും അമ്മയും അല്ല ഗാർഡിയൻ്റെ സ്ഥാനത്തെങ്കിൽ ഗാർഡിയൻ്റെ പേരും ആ ഗാർഡിയനുമായിട്ടുള്ള ബന്ധം രേഖപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ ആദ്യം പ്രിലിമിനറി ആയിട്ട് കൊടുത്തിരിക്കുന്ന നമ്പറിന് പകരം മറ്റൊരു ഓൾട്ടർനേറ്റീവായിട്ടൊരു മൊബൈൽ നമ്പർ ആഡ് ചെയ്യാം. അതിനുശേഷം പെർമനൻറ്റ് അഡ്രസ്സ്, നമ്മളുടെ അഡ്രസ്സിലെ എല്ലാ ലൈനുകളും അതിനകത്ത് സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ് എന്നിവ ഉറപ്പാക്കുക. നമ്മുടെ സ്റ്റേറ്റ് അതുപോലെ തന്നെ നമ്മളുടെ ജില്ല എന്നിവ രേഖപ്പെടുത്തുന്നു. 2 അഡ്രസ്സും കോമൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം തന്നെ എൻട്രി ചെയ്യാം. അതല്ല വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എൻട്രി ചെയ്യുക. ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ +2 ആണ്, 10th അല്ല, +2 ആണ് നമ്മുടെ യോഗ്യതാ മാനദണ്ഡം. +2ന് 50% മാർക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. ഇപ്പോൾ ചില കോഴ്സുകൾക്ക് 50%-ൽ താഴെ മാർക്കുണ്ടെങ്കിലും യോഗ്യതാ മാനദണ്ഡമായി കരുതാം. അതുപോലെ തന്നെ നമുക്ക് പാസ്ഡ് ആണോ അപ്പിയറിംഗ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും നമ്മൾ +2ൻ്റെ റോൾ നമ്പറാണ് എൻട്രി ചെയ്യേണ്ടത്. പാസ്ഡ് എക്സാം കൊടുക്കുന്നു. നമ്മൾ +2 പഠിക്കുന്നത് ഏത് സിലബസ് ആണ് എന്നുള്ളത് കൊടുക്കുന്നു. സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ കേരള ഹയർ സെക്കൻഡറി എന്ന് കൊടുക്കാം. CBSE ആണെങ്കിൽ അതനുസരിച്ച്, ISC സിലബസ് ആണെങ്കിൽ അതനുസരിച്ച് എൻട്രി ചെയ്യുന്നു. +2 റോൾ നമ്പർ എൻട്രി ചെയ്യുന്നു. സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. കേരളത്തിലെ ആയുർവേദ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ടുള്ള ചോദ്യമാണത്. സംസ്കൃതം +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 5 മാർക്ക് ബോണസായി ലഭിച്ച് ആയുർവേദത്തിന് ഒരു പ്രയോറിറ്റി കിട്ടുന്നതാണ്. അടുത്തതായിട്ട് കീം, ഇതിന് തൊട്ട് മുമ്പ് എത്ര പ്രാവശ്യം കീമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള ചോദ്യമാണ്. 1 പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ +2ന് ശേഷം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 1 എന്ന് കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തവർ ആദ്യമായിട്ടാണെങ്കിൽ അവിടെ നോ എന്ന് കൊടുത്താൽ മതി. ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളുടെ റിസർവേഷൻ. നമുക്ക് യാതൊരുവിധ റിസർവേഷനും ലഭിക്കാത്ത വിഭാഗമാണ് എന്നുണ്ടെങ്കിൽ, അതായത് ജനറൽ എന്ന് നമുക്ക് രേഖപ്പെടുത്താം. നായർ, ക്രിസ്ത്യൻ വിഭാഗത്തിൽ റിസർവേഷൻ ഒന്നും ലഭിക്കാത്ത കാറ്റഗറി കാത്തലിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയുടെ പേര് അതിനകത്ത് ഉണ്ടാവില്ല. ജനറൽ എന്നാണ് അവർ കൊടുക്കേണ്ടത്. എന്നാൽ ഈഴവ, മുസ്ലിം, ലാറ്റിൻ കാത്തലിക്സ്, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദു അതുപോലെയുള്ള സമുദായ അംഗത്തിൽപ്പെട്ടവരാണ് എങ്കിൽ അവരുടെ ജാതിയുടെ പേരാണത് കൊടുക്കേണ്ടത്. റിസർവേഷൻ ലഭിക്കുമെങ്കിൽ മാത്രം. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി ഈഴവയാണ്, വില്ലേജ് ഓഫീസിൽ നിന്ന് നോൺ ക്രിമിലെയർ കിട്ടുമെങ്കിൽ ഈഴവ എന്ന് കൊടുക്കുക. നോൺ ക്രിമിലെയർ കിട്ടാത്ത ക്രിമിലെയർ വിഭാഗത്തിൽപ്പെട്ട ഈഴവയാണെങ്കിൽ ജനറൽ എന്നാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മുസ്ലിം സമുദായമോ മറ്റ് OBC സംവരണത്തിൽപ്പെട്ട ഏത് സമുദായ അംഗത്തിലെ വിദ്യാർത്ഥിയും നോൺ ക്രിമിലെയർ ലഭിക്കുമെങ്കിൽ അവരുടെ സമുദായം മുസ്ലിം എന്ന് അല്ലെ മറ്റ് സമുദായത്തിൻ്റെ പേര് കൊടുക്കുക. ക്രിമിലെയർ വിഭാഗം സംവരണം കിട്ടാത്ത വരുമാനം ഉയർന്നവരാണെങ്കിൽ ജനറൽ എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. ജനറൽ വിഭാഗത്തിൽ 4 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള EWS വിഭാഗമാണെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് രേഖപ്പെടുത്താം. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്ന് മാത്രം. അതിനുശേഷം അച്ഛൻ്റെയും അമ്മയുടെയും ജാതി സെപ്പറേറ്റ് ചോദിച്ചിരിക്കുന്നു. അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണ് എങ്കിൽ, അതിൽ ഉയർന്ന സംവരണ വിഭാഗത്തിലുള്ളവരാണെങ്കിൽ അത് ക്ലെയിം ചെയ്യാം എന്നൊരു നിയമം കേരളത്തിലുണ്ട്. അച്ഛൻ ജനറലും അമ്മ OBC വിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിൽ അമ്മയുടെ OBC വെച്ച് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്താൽ ആ സംവരണം നമുക്ക് ലഭ്യമാകും. കാൻഡിഡേറ്റിൻ്റെ കാറ്റഗറി ജനറൽ എന്ന് തന്നെയാണ് അപ്പോഴും രേഖപ്പെടുത്തേണ്ടത്. ഇനി അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SC വിഭാഗത്തിൽപ്പെട്ടവരാണ് എങ്കിൽ, കാൻഡിഡേറ്റ് ജനറൽ ആണ് എന്നുണ്ടെങ്കിൽ തഹസീൽദാരിൽ ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ നമുക്ക് ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ഫീസ് ഇല്ലാതെ പഠിക്കുവാനും സാധിക്കും. അടുത്തതായിട്ട് വിവിധ സ്പെഷ്യൽ റിസർവേഷനുകളാണ്. ഈ വിഭാഗത്തിൽ ഏതെങ്കിലും റിസർവേഷൻ നമുക്ക് ലഭ്യമാണ് എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുകയും ആദ്യം കാണുന്ന എല്ലാ റിസർവേഷനുകൾക്കും സർട്ടിഫിക്കറ്റുകൾ ഫെബ്രുവരി 7-ാം തീയതിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. 2ാം ഘട്ടത്തിൽ കാണുന്ന NCC, സ്പോർട്സ് എന്നിവയ്ക്ക് അതാത് ഓഫീസുകൾ വഴിയാണ് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കേണ്ടത്. എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ ഈ വിഭാഗത്തിന് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ടില്ല. അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ്, NCC കോട്ട, ഡയറി ഫാം ഇൻസ്ട്രക്ടർ, ഫാർമസിസ്റ്റ്, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, സ്പോർട്സ് കോട്ട എന്നിവയ്ക്ക് അത് സെലക്ട് ചെയ്യുകയും ബന്ധപ്പെട്ട ഓഫീസുകൾ വഴി ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യുകയും ചെയ്യുക. എന്നാൽ അതിന് മുകളിൽ കാണുന്ന എല്ലാ റിസർവേഷനും ആവശ്യമെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഫെബ്രുവരി 7-നുള്ളിൽ അപ്ലോഡ് ചെയ്യണം. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വിഭാഗമാണെങ്കിൽ, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയാണെങ്കിൽ UD ID കാർഡ് അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ നിന്നും നിശ്ചിത ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് മെഡിക്കൽ ബോർഡിൻ്റെ അനുമതിയോടുകൂടി ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക.
PWD വിഭാഗം അല്ല എങ്കിൽ നോ എന്ന് രേഖപ്പെടുത്തുക. മെഡിക്കൽ വിഭാഗത്തിന് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനും ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളിൽ സ്വകാര്യ കോളേജുകളിൽ 35% മൈനോറിറ്റി ലഭ്യമാണ്. ആ മൈനോറിറ്റി സീറ്റ് വേണമെങ്കിൽ എസ് എന്ന് കൊടുക്കുകയും മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. മുസ്ലിം ന്യൂനപക്ഷ കോളേജുകളിലും ഇതേ സംവരണം ലഭ്യമാണ്. OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ OBCയിലും മൈനോറിറ്റിയിലും പരിഗണിക്കും. അവർ മൈനോറിറ്റിയുടെ കോളത്തിലും നോൺ ക്രിമിലെയർ തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയാകും. ക്രിമിലെയർ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടികൾ മൈനോറിറ്റി സീറ്റ് വേണമെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മറ്റ് വിഭാഗത്തിലുള്ളവർക്ക് മൈനോറിറ്റി റിസർവേഷൻ ലഭ്യമല്ല. ഗവൺമെൻറ് മേഖലയിലും മൈനോറിറ്റി റിസർവേഷൻ ലഭ്യമല്ല. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ MBBSനും BDSനും 15% NRI സീറ്റുകൾ ലഭ്യമാണ്. അച്ഛനോ അമ്മയോ രക്തബന്ധത്തിലുള്ള ഒരു സ്പോൺസർ നമുക്ക് ലഭ്യമാണെങ്കിൽ, നമ്മളെ സ്പോൺസർ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് NRI സീറ്റിന് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. NRI നമുക്ക് യെസ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ബന്ധപ്പെട്ട അച്ഛൻ, അമ്മ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരങ്ങൾ, അവരുടെ മക്കൾ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദേഴ്സ്, അവരുടെ സഹോദരങ്ങൾ എന്നിവയുടെ ബന്ധം കാണിക്കുകയും അവരുടെ പാസ്പോർട്ട്, വിസ, എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സത്യവാങ്മൂലം, അഫിഡേവിറ്റ്, ബന്ധം കാണിക്കുന്ന രേഖ എന്നിവ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം ഫെബ്രുവരി 7-ാം തീയതിക്കുള്ളിൽ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള മെഡിക്കൽ കോളേജുകളിലാണ് NRI സീറ്റുകൾ ഉള്ളത്. എഞ്ചിനീയറിംഗ് സീറ്റുകൾക്ക് അതാത് കോളേജുകളിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് കീമുമായി ബന്ധമില്ല. അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നാൽ വരുമാനം സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നവർ അവരുടെ ഇൻകം സർട്ടിഫിക്കറ്റിൽ കാണുന്ന അതേ ഇൻകവും അതേ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുക. EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നവർ അതിൽ കാണുന്ന ഇൻകം കൃത്യമായും ഇതിനകത്ത് രേഖപ്പെടുത്തുക. മാറ്റം വരുവാൻ അനുവദിക്കുന്നതല്ല. പ്രത്യേക ഫീസ് ആനുകൂല്യങ്ങൾ ലഭ്യമാകേണ്ടവരെല്ലാം, വരുമാനം കുറഞ്ഞവരെല്ലാം, എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും മറ്റു കോഴ്സുകളാണെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് നല്ലതാണ്. വരുമാനം കൂടിയവരും മറ്റ് സാമ്പത്തിക സംവരണം ആവശ്യമില്ലാത്തവരും വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്നില്ല. പക്ഷേ അവരുടെ വരുമാനം ഇതിനകത്ത് രേഖപ്പെടുത്തുവാൻ നിർബന്ധിതരാണ്. OEC ആനുകൂല്യം കിട്ടണമെങ്കിൽ 6 ലക്ഷത്തിൽ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം. വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നില്ല എങ്കിൽ പോലും അവനവൻ്റെ ഫാമിലി ആനുവൽ ഇൻകം രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. കാൻഡിഡേറ്റ്, അച്ഛൻ, അമ്മ, ഈ 3 പേരിൽ ആരുടെയെങ്കിലും ഒരാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. നമുക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ ഉൾപ്പെട്ടതിന് ശേഷം വിവിധ റീഫണ്ടുകൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആദ്യം തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മേടിക്കുന്നത്. അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമാണ് അക്കൗണ്ടുമായിട്ട് ബന്ധം. അച്ഛൻ്റെയോ അമ്മയുടെയോ കുട്ടിയുടെയോ അക്കൗണ്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി പ്രിവ്യൂ ആണ്. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇതുവരെ എൻട്രി ചെയ്തിരിക്കുന്നതിനകത്ത് നമുക്ക് വേണ്ട കോഴ്സുകളെല്ലാം വന്നിട്ടുണ്ട്. യാതൊരുവിധ സ്പെല്ലിംഗ് മിസ്റ്റേക്കും വന്നിട്ടില്ല. നമുക്ക് വേണ്ട റിസർവേഷൻ എല്ലാം ലഭ്യമായിട്ടുണ്ടെന്നുള്ളത് 100% ഉറപ്പ് വരുത്തി വേണം നമ്മൾ ഈ പ്രിവ്യൂ വായിച്ചു നോക്കാനും കൺഫേം ചെയ്യാനും. ആദ്യമായിട്ട് നമ്മൾ കൊടുത്ത കോഴ്സുകൾ, ഏതൊക്കെ കോഴ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഞ്ചിനീയറിംഗ് ഉണ്ട്, BPharm ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്, മെഡിക്കൽ ഉണ്ട്. നമുക്ക് വേണ്ട എല്ലാ കോഴ്സുകളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നമ്മളുടെ ജെൻഡർ, അതുപോലെ നാഷണാലിറ്റി, നേറ്റിവിറ്റി, നമ്മളുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ്, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമാണെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് കൺഫേം ബട്ടൺ ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. പ്രിവ്യൂ എല്ലാം കൃത്യമായി നോക്കി മനസ്സിലാക്കി തെറ്റൊന്നും വന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആപ്ലിക്കേഷൻ ഫീയിലേക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. നമ്മൾ എഞ്ചിനീയറിംഗും മെഡിക്കലും BPharmഉം ആർക്കിടെക്ചറും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 3150 രൂപ അടയ്ക്കണം. എഞ്ചിനീയറിംഗിലും മെഡിക്കലും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 925ഉം 650ഉം 1575 രൂപ അടയ്ക്കണം. അതുപോലെ നിങ്ങളുടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഏതൊക്കെ കോഴ്സാണോ അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ആ പേയ്മെൻറ്റ് വന്നോളും. ഞാനിവിടെ മെഡിക്കൽ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടാണ് 650 രൂപയെ വന്നിട്ടുള്ളൂ. എഞ്ചിനീയറിങ്ങിനോ BPharmനോ വിദേശത്തൊരു എക്സാം സെൻറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 16,000 രൂപയും കൂടി അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ടി വരും. മെഡിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നീറ്റാണ് എക്സാം, ആകെ 650 രൂപ മാത്രമേ പേയ്മെൻറ്റ് വരികയുള്ളൂ. ഓൺലൈൻ പേയ്മെൻറ്റിന് നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റിയാണ് തന്നിരിക്കുന്നത്. UPI പേയ്മെൻറ്റോ ഗൂഗിൾ പേ പേയ്മെൻറ്റോ നമുക്ക് തന്നിട്ടില്ല. നമ്മളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാം. ആപ്ലിക്കേഷൻ ഫീസ് സക്സസ് ആയാൽ മാത്രമേ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്ന വിൻഡോയിലേക്ക് പോവുകയുള്ളൂ. നമുക്ക് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക്
ഇനി അപ്ലോഡിംഗ് ഇമേജുകളുടെ സെക്ഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്ലോഡിംഗ് ഇമേജ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്. ഇവിടെ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡി ആകുന്നതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നത്. ഇത് നമുക്ക് പല പല സ്റ്റെപ്പുകളായിട്ട് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഫോട്ടോഗ്രാഫ്, കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോഗ്രാഫ്. നമുക്കറിയാം 100 കിലോബൈറ്റ്സ് താഴെയുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള 200 പിക്സൽ ഹൈറ്റും 150 പിക്സൽ വിഡ്ത്തുമുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യേണ്ടത്. അത് നമ്മൾ കംപ്ലീറ്റ് അതിന് വലത്ത് സൈഡിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട്. സിഗ്നേച്ചറും അതുപോലെ തന്നെ 100 പിക്സൽ ഹൈറ്റും 150 പിക്സൽ വിഡ്ത്തുമുള്ള സിഗ്നേച്ചർ 100 കിലോബൈറ്റ്സ് താഴെയുള്ള JPEG ഫോർമാറ്റ് അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ഫോട്ടോയും സിഗ്നേച്ചറും ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ അത് അപ്ലോഡായി. നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട സെക്ഷനിലേക്ക് കടന്നു. ഇനിയാണ് നമ്മളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻസ് ഉള്ളത്. നമ്മൾ കൊടുത്തതനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകളല്ല, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട വിൻഡോയാണ് നിങ്ങൾക്ക് ഈ കാണുന്നത്. അല്ലാതെ നമ്മൾ കൊടുത്ത റിസർവേഷൻ അനുസരിച്ച് ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതല്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. എന്നാൽ എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ടത് നേറ്റിവിറ്റിയും നാഷണാലിറ്റിയും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫും ക്ലാസ് 10 മാർക്ക് ലിസ്റ്റും അത്രയും ജനുവരി 31 ചെയ്ത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിർബന്ധമായിട്ട് വെക്കണം. ഈ ഫൈനൽ സബ്മിറ്റിന് ശേഷവും നമുക്ക് ബാക്കി കമ്മ്യൂണൽ റിസർവേഷൻ വേണമെങ്കിൽ നമുക്ക് ഫെബ്രുവരി 7 വരെ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ കയ്യിലുണ്ടെങ്കിൽ അതിപ്പോഴും നമുക്ക് അപ്ലോഡ് ചെയ്യാം. ആദ്യമായിട്ട് നാഷണാലിറ്റിക്കുള്ള പ്രൂഫാണ്. സാധാരണ ഒരു കാൻഡിഡേറ്റ് കേരളത്തിൽ ജനിച്ചൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സുണ്ട്. ആ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. മറ്റ് പാസ്പോർട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഫോം ആണെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നാഷണാലിറ്റി, ഇന്ത്യയിൽ അഡ്രസ്സുള്ള ഒരു പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ക്ലാസ് 10ൻ്റെ സർട്ടിഫിക്കറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ ചോദിച്ചിരിക്കുന്നത് നേറ്റിവിറ്റിയാണ്. നേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് രേഖകൾ പറയുന്നുണ്ട് എന്തൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. കുട്ടി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, സ്റ്റേറ്റ് സിലബസ് പഠിച്ചയാളാണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഫോം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കുട്ടി കേരളത്തിൽ ജനിച്ചതാണെന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യാം. കുട്ടി കേരളത്തിൽ ജനിച്ചിട്ടില്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ 10th മാർക്ക് ലിസ്റ്റോ പാസ്പോർട്ടോ പ്ലസ് കൊറോബറേറ്റീവായിട്ട് കുട്ടിയുടെ ക്ലാസ് 10ൻ്റെ മാർക്ക് അറ്റാച്ച് ഒരു PDF ആയിട്ട് അറ്റാച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് അച്ഛൻ അല്ലെങ്കിൽ അമ്മ കേരളത്തിൽ ജനിച്ചതാണെന്നുള്ളത് സൈൻ ചെയ്ത് മേടിച്ചിട്ടും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് നേറ്റിവിറ്റി. വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യാവുള്ളൂ. കേരളത്തിൽ ജനിച്ച കുട്ടിയാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖയാണ്. അവിടെ നമുക്ക് 2 ടിക്ക് വരുന്നുണ്ട്. നമ്മൾ ഒരിക്കൽ കൂടി എൻട്രൻസ് കമ്മീഷൻ നമ്മളെ ഓർപ്പിക്കുകയാണ്, നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ കുട്ടി കേരളത്തിൽ ജനിച്ചതാണ് അല്ലെങ്കിൽ അച്ഛനമ്മ കേരളത്തിൽ ജനിച്ചതാണ് എന്നുള്ളത് ക്ലോസ് കറക്റ്റ് ആയിരിക്കണം. അതൊരിക്കൽ കൂടി നമ്മൾ ടിക്ക് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. നമ്മളുള്ളത് ആ ടിക്ക് ചെയ്യുന്നത് നമുക്കൊരു അലേർട്ടാണ്, നമുക്കൊരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ആ ടിക്ക് വരുന്നത്. വീണ്ടും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റോ ക്ലാസ് 10 മാർക്ക് ലിസ്റ്റോ വീണ്ടും അപ്ലോഡ് ചെയ്യാം. എല്ലാവരുടെയും സ്റ്റേറ്റ്, CBC, ICC-കാർക്കൊക്കെ അവരുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളതുകൊണ്ട് എൻട്രി ചെയ്യാം. അപ്പം CBC ആണ് അല്ലെങ്കിൽ ICC ആണ് 10ാം ക്ലാസ് പഠിച്ചതെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിൻ്റെ കോളത്തിലും ക്ലാസ് 10 കോളത്തിലും ഒരേ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാം. സ്റ്റേറ്റ് സിലബസ് പഠിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നാഷണാലിറ്റിയുടെ കോളത്തിലും നേറ്റിവിറ്റിയുടെ കോളത്തിലും അതുപോലെ തന്നെ ക്ലാസ് 10ൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ കോളത്തിലും നമുക്ക് ഒരേ ഫയൽ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേരളത്തിൽ ജനിച്ച കുട്ടിയാണെന്നുണ്ടെങ്കിൽ. അപ്പം അതിനെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആവും. നമ്മളുടെ അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏതൊക്കെ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ജെൻഡർ, അതുപോലെ തന്നെ കേരളൈറ്റ് ആണോ, ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, നമ്മുടെ കമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്തിരിക്കുന്നത് ഏതാണ്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ആപ്ലിക്കേഷൻ ഫീസ് എന്നിവയുള്ളതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയ നമ്മളുടെ കൺഫർമേഷൻ പേജ്, അക്നോളജ്മെൻറ്റ് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം. അതെടുത്ത് സൂക്ഷിച്ച് വെക്കണം. ഇപ്പോഴാണ് നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി ആയിരിക്കുന്നത്. ഇനിയും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് വീണ്ടും സൈറ്റിൽ പ്രവേശിക്കാം. ആപ്ലിക്കേഷൻ പറ്റും പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഈ വിൻഡോയിൽ കയറുകയും ഫെബ്രുവരി 7 വരെ
നമുക്ക് ഏത് സർട്ടിഫിക്കറ്റുകൾ വേണമെങ്കിൽ OBC നോൺ ക്രിമി ലെയർ, ഈഴവ, മുസ്ലിം, ബാക്ക്വേർഡ് ഹിന്ദു, ലാറ്റിൻ കാത്തലിക്സ്, വിശ്വകർമ്മ, KU, KN കുടുംബാംഗങ്ങളൊക്കെ DV കാറ്റഗറിയൊക്കെ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിൻ്റെ നോൺ ക്രിമി ലെയർ അപ്ലോഡ് ചെയ്യണം. ഇവിടെ കാസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് SC വിഭാഗത്തിനും ST വിഭാഗത്തിനും മാത്രമാണ് തഹസീൽദാർ എന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. EWS വിഭാഗമാണെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇൻ്റർ കാസ്റ്റ് മാരേജ് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SCO ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ തഹസീൽദാരിൽ നിന്നുള്ള ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ എക്സ് സർവീസ്മെൻ, DK വിഭാഗം, സർവീസ് ഇൻ ഡിഫൻസ് വിഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാം. അതുപോലെ നേഴ്സ്, ആയുർവേദം, ഹോമിയോ ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ഫെബ്രുവരി 7 വരെ സമയമുണ്ട്. ഭിന്നശേഷി വിഭാഗമാണെങ്കിൽ PWD സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ 7 വരെ സമയമുണ്ട്. രജിസ്റ്റേർഡ് ഫിഷർമാൻ ആണെന്നുണ്ടെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്, നമുക്ക് ഫീസ് സൗജന്യം ലഭ്യമാകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സംസ്കൃതം പഠിച്ചവരാണെങ്കിൽ +2 മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. സംസ്കൃതം പഠിച്ചവർ മാത്രം +2 മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മതി. അതല്ലാതെ എഞ്ചിനീയറിങ്ങോ മെഡിക്കലോ അപ്ലൈ ചെയ്തിരിക്കുന്നവർ, BPharm അപ്ലൈ ചെയ്തവരൊന്നും +2 മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ മെഡിക്കൽ വിഭാഗത്തിന് MBBSനോ BDSനോ NRI സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ NRI ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഒരുമിച്ച് ഒറ്റ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ഫെബ്രുവരി 7 വരെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സൈറ്റിൽ പ്രവേശിക്കുകയും ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഡോക്യുമെൻ്റ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഏറ്റവും താഴെ യുവർ ആപ്ലിക്കേഷൻ ഈസ് അണ്ടർ സ്ക്രൂട്ടിനി. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ എൻട്രൻസ് കമ്മീഷണർ വെരിഫൈ ചെയ്യുകയാണ്. ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ എൻട്രൻസ് കമ്മീഷണർ വെരിഫൈ ചെയ്യും. നമ്മളുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മളുടെ വെരിഫൈ ചെയ്യും. അപ്പം അതിൻ്റെ ആവശ്യമായ സമയത്ത് നിങ്ങൾക്ക് അലേർട്ട് വരുന്ന സമയങ്ങളിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് അവയൊക്കെ ശരിയാണോ, ആവശ്യമുള്ള മാറ്റങ്ങൾക്ക് സമയമുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി മനസ്സിലാക്കണം. നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്നത് ഡൗൺലോഡ് പെർഫോമാണ്. നമുക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രിവൻസ്, എന്തെങ്കിലും ഒരു പരാതി, ഒരു ക്ലെയിം നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലോഗൗട്ട് ചെയ്ത് ഏറ്റവും അവസാനം നമുക്ക് ഹോം വിൻഡോയിലോട്ട് നമുക്ക് തിരിച്ചു വരികയും ചെയ്യാം. അപ്പോൾ കീം 2026 ഓൺലൈൻ അപേക്ഷയുടെ ഓരോ സ്റ്റെപ്പുകളുമാണ് നമ്മൾ കാണിച്ചത്. ഇതിൽ കമ്മ്യൂണിറ്റി അനുസരിച്ചുള്ള ധാരാളം റിസർവേഷനുകൾ, NCC, സ്പോർട്സ്, അങ്ങനെ ധാരാളം റിസർവേഷൻസ് ഉണ്ട്. അത് ഇപ്പോൾ സ്പോർട്സ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്പോർട്സിന് സെലക്ട് ചെയ്യുകയും സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ഈ കേരളയുടെ ആപ്ലിക്കേഷൻ ഫോമും കൂടി ഏപ്രിൽ 30 സ്പോർട്സ് കൗൺസിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. സ്പോർട്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനായിട്ടില്ല. എന്നാൽ NCC വിഭാഗത്തിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ യൂണിറ്റ് ഓഫീസ് വഴിയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വിശദമായി പ്രോസ്പെക്ടസ് മനസ്സിലാക്കി ജനുവരി 31 ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.